വിദ്യാർത്ഥികളിൽ ശാസ്ത്രീയ മാലിന്യ പരിപാലനം, സുസ്ഥിര വികസനത്തിനുള്ള പ്രതിബദ്ധത, ശുചിത്വബോധം, ഉത്തരവാദിത്വമുള്ള ഉപഭോഗ സംസ്കാരം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ പൊതുവിദ്യാഭ്യാസ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി നടപ്പിലാക്കിയ പദ്ധതിയാണ് വിദ്യാർത്ഥി ഹരിതസേന സ്കോളർഷിപ്പ് ഇക്കോസ് ഇൻസിഡന്റ്. DCM-UP സ്കൂൾ തിരുനെല്ലിയിൽ നവംബർ 14 ചേർന്ന ഹരിതസഭയിൽ 6-7 ക്ലാസുകളിലെ കുട്ടികൾ പങ്കെടുത്തു. പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ജോസ്ന ടീച്ചർ വിശദീകരിച്ചു. തുടർന്ന് 15 കുട്ടികൾ അംഗമായി ഹരിതസേന രൂപീകരിച്ചു. ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ ആരംഭിച്ച സ്കൂൾ തല പരിസ്ഥിതി ക്ലബിന്റെ പ്രവർത്തനങ്ങൾ തിരുനെല്ലി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ശ്രീ ജയേഷ് ജോസഫ് സാർ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ 2ാം വാർഡ് ഹരിതകർമ്മസേന അംഗങ്ങളെ ഹെഡ് മിസ്ട്രസ് പൊന്നാട അണിയിച്ച് ആദരിച്ചു. സ്കൂളും പരിസരവും മാലിന്യമുക്തമാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഹരിതസേന അംഗങ്ങൾ നേതൃത്വം നൽകുന്നു. മാലിന്യങ്ങൾ തരംതിരിച്ച് പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ബോക്സുകളിൽ നിക്ഷേപിക്കുകയും ഹരിതകർമ്മസേനയെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. മനോഹരമായ പൂന്തോട്ടം. DCM-ന്റെ സ്വകാര്യ സ്വത്തായ പൂന്തോട്ട പരിപാലിക്കുന്നതിൽ കുട്ടികൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നു. കാടുകൾ പറിച്ച് വൃത്തിയാക്കുന്നതിൽ കുട്ടികൾ ഒഴിവു സമയം പ്രയോജനപ്പെടുത്തുന്നു. പച്ചക്കറിത്തോട്ടം. സ്കൂൾ ഉച്ചഭക്ഷണത്തിന് ഉപയോഗിക്കാൻ ഉതകുന്ന തരത്തിൽ മനോഹരമായ ഒരു പച്ചക്കറിത്തോട്ടം സ്കൂളിൽ പരിപാലിച്ചു വരുന്നു. ലഭ്യതയ്ക്ക് അനുസൃതമായി പച്ചക്കറികൾ ഉച്ചഭക്ഷണത്തിനായി ഉപയോഗിച്ചു വരുന്നു. പേപ്പർ ബാഗ് നിർമ്മാണം. വിദ്യാലയത്തിൽ ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കുന്നതിന്റെ ഭാഗമായി പേപ്പർ ബാഗ് നിർമ്മാണ ശില്പശാല സംഘടിപ്പിച്ചു. വീടുകളിലെ പ്ലാസ്റ്റിക് ഉപയോഗം പരമാവധി കുറയ്ക്കണമെന്നും പകരം പേപ്പർ ബാഗുകൾ ഉപയോഗിക്കണമെന്നും നിർദ്ദേശം നൽകി. ജൈവ വൈവിധ്യ പാർക്ക്. സ്കൂളിന്റെ മറ്റൊരു സവിശേഷതയാണ് മനോഹരമായി നിലനിർത്തി വരുന്ന ജൈവ വൈവിധ്യ പാർക്ക്. കുട്ടികൾക്ക് വ്യത്യസ്ത തരം സസ്യങ്ങൾ പരിചയപ്പെടുവാൻ ഇവിടം ഉപകരിക്കുന്നു. പാഴ്വസ്തു പരിപാലനം. പ്രകൃതിമിത്രം എന്ന പേരിൽ പാഴ്വസ്തുക്കളെ ഉപയോഗപ്രദമായ ഉൽപ്പന്നങ്ങളാക്കി മാറ്റി പ്രദർശിപ്പിച്ചു. മുള, ഓല, ചിരട്ട, മുട്ടത്തോട് തുടങ്ങി പലതരം കരകൗശല വസ്തുക്കൾ കുട്ടികൾ നിർമ്മിച്ചു. പ്രധാന അധ്യാപിക സിസ്റ്റർ സിന്ധു KV കുട്ടികളെ പ്രത്യേകം അഭിനന്ദിച്ചു. പ്ലാസ്റ്റിക് മുക്ത വിദ്യാലയം. പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുന്നതിനും പകരം പ്ലാസ്റ്റിക് ഇതര വസ്തുക്കൾ ഉപയോഗിക്കുന്നതിനും അധ്യാപകർ കുട്ടികൾക്ക് നിർദ്ദേശം നൽകി. പിറന്നാൾ ദിനങ്ങളിൽ മിഠായികൾക്ക് പകരം കൂട്ടുകാർക്കൊരു പെൻസിൽ എന്ന പദ്ധതി നടപ്പിലാക്കി വരുന്നു. സ്കൂളും പരിസരവും വൃത്തിയായി പരിപാലിക്കുന്നതിന് അധ്യാപകരും അനധ്യാപകരും കുട്ടികളും ഒരുപോലെ ശ്രദ്ധ ചെലുത്തുന്നു. വൃത്തിയായ സ്കൂൾ പരിസരം, പാചകപ്പുര, ശുചിമുറി ഇവയെല്ലാം DCM-UP സ്കൂളിന്റെ സവിശേഷതയാണ്. ഒരു സാമൂഹിക ജീവി എന്ന നിലയിൽ നമുക്ക് സമൂഹത്തിൽ പല ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെന്നും ഓരോരുത്തരും അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യതയോടെ ചെയ്യുമ്പോൾ മാത്രമേ ആരോഗ്യകരമായ ഒരു സമൂഹം നമുക്ക് മെനഞ്ഞെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നും ഈ പ്രവർത്തനങ്ങളിലൂടെ മനസ്സിലായി.